നമസ്കാരം. ഇന്നും നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം മഴക്കാടുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഭൂമിയിലെ കാലാവസ്ഥയിലുണ്ടായ കാര്യമായ മാറ്റം മഴക്കാടുകളെയും സാരമായി ബാധിക്കുന്നുണ്ട്. ആഗോളതാപനം ഭൂമിയെ ചുട്ടുപഴുപ്പിക്കുന്നു. ഒപ്പം മഴക്കാടുകളും ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം കാരണം മനുഷ്യർ തന്നെയാണ്. വനനശീകരണം തുടങ്ങിയ കാലം മുതൽ ഭൂമിയുടെ നാശത്തിന് തുടക്കമായി. അമിതമായ മരം മുറിക്കൽ വനത്തിൻ്റെ സ്വാഭാവികതയെ തന്നെ തകിടം മറിച്ചു. മഴക്കാടുകളിലെ പർവ്വതങ്ങളിലെ മരങ്ങൾ നശിക്കുന്നത് മൂലം പർവ്വതങ്ങളിലെ ചൂട് കൂടും. ഇത് ജീവജാലങ്ങളുടെ വംശനാശത്തിനു വരെ കാരണമാകും. കാലിഫോർണിയയിലെ പർവ്വതനിരകളിൽ നിന്ന് ആയിരക്കണക്കിന് സസ്യങ്ങളെ കാലാവസ്ഥാ വ്യതിയാനം തുടച്ചു നീക്കി എന്ന് ഒരു പഠന റിപ്പോർട്ടിൽ ഈ അടുത്തയിടയ്ക്ക് നടന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് 400 ചതുരശ്ര അടി വനമാണ് പ്രതിദിനം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. 3.38 കോടി മഴക്കാടുകൾ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് 1950-നും 2000-നും ഇടയ്ക്ക് നഷ്ടമായത് ലോകത്തിൻ്റെ പകുതിയോളം വനങ്ങളാണ്. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ 20% മാത്രമാണ് വനം. എന്നാൽ കാർഷിക രാജ്യമായ ഇന്ത്യയുടെ നിലനിൽപ്പിന് മൊത്തം ഭൂവിസ്തൃതിയുടെ 33% വനമുണ്ടായിരിക്കണം. ഇത് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ICAR ആണ്. 18-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച വനനശീകരണം ഇപ്പോൾ വല്ലാതെ രൂക്ഷമായിരിക്കുകയാണ്. പ്രകൃതിയെ കണക്കിലെടുക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളും നഗരവൽക്കരണവും ജനസംഖ്യയിലെ ഭീമമായ വർധനവും എല്ലാം വനങ്ങളെ വൻതോതിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. വനങ്ങളുടെ നാശത്തിന് ഇത് കാരണമായിക്കൊണ്ടിരിക്കുന്നു. കാർഷിക ആവശ്യങ്ങൾക്കായി വനങ്ങൾ വെട്ടിത്തെളിക്കുന്നതും അമിതമായി കാലികളെ മേയിക്കുന്നതും കാട്ടുതീയും പ്രകൃതിക്ഷോഭവും ഒക്കെ വനനശീകരണത്തിന് വേഗം കൂട്ടുകയാണ്. വനങ്ങളിങ്ങനെ നശിക്കുന്നത് പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ നാശത്തിന് ഇടയാകുന്നു. അന്തരീക്ഷ മലിനീകരണവും വനങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ട്. ആഫ്രിക്കയിലെ സ്വർണ്ണഖനനവും ബ്രസീലിൽ കൃഷിക്ക് വേണ്ടി വനങ്ങൾ വെട്ടിത്തെളിച്ചതുമൊക്കെ വൻതോതിൽ മഴക്കാടുകളെ മൊട്ടക്കുന്നുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ ആകെ ഭൂപ്രദേശത്തിൻ്റെ 29% മാത്രമേ വനങ്ങളുള്ളൂ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഒന്നാമത് മധ്യപ്രദേശും, രണ്ടാമത് അരുണാചൽ പ്രദേശും, മൂന്നാമത് ഛത്തീസ്ഗഡുമാണ്. ഇത് നമ്മുടെ ഇന്ത്യയും ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ സൂചനകളാണ്. ഒരു ഫുട്ബോൾ കോർട്ടിനോളം മഴക്കാടുകൾ ഓരോ സെക്കൻഡിലും നശിപ്പിക്കപ്പെടുന്നു. ഇത് കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നശിപ്പിക്കപ്പെടുന്ന കാടുകൾ ഭൂമിയുടെ മുഴുവൻ കാലാവസ്ഥയും ദോഷമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തെ അടിമുടി ചുട്ടുപൊള്ളിക്കുന്ന ആഗോളതാപനത്തിൻ്റെ വർധനവിന് പ്രധാന കാരണം മഴക്കാടുകളുടെ നാശം തന്നെയാണ്. കാലാവസ്ഥയെ ബാധിച്ചാൽ നമുക്കെന്ത് ഛേദം, നമുക്കൊരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. കാലാവസ്ഥയുടെ താളം തെറ്റിയാൽ പ്രകൃതിയുടെ താളം തെറ്റും. അത് മനസ്സിലാക്കാത്തവരാണ് നമുക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള ചിന്തയുമായി നടക്കുന്നവർ. ചൂട് കൂടി മഞ്ഞുരുകി കര കടലായി മാറും. വെള്ളത്തിൽ മാത്രം ജീവിക്കുവാനുള്ള വിദ്യയൊന്നും മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ അതൊരു ജീവിതം ശരിയാകണമെന്നുമില്ല. അതുകൊണ്ട് മഴക്കാടുകൾ ഈ ഭൂമുഖത്ത് ഉണ്ടായേ മതിയാകും. അത് എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യേകിച്ച് മനുഷ്യൻ്റെയും നിലനിൽപ്പിന്, ആരോഗ്യത്തിന്, അവൻ്റെ നല്ല ജീവിതത്തിന് അത്യാവശ്യമാണ്. മഴക്കാടുകൾ കാണുന്ന പ്രധാന ഭൂഖണ്ഡങ്ങൾ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഏഷ്യ എന്നീ 4 വൻകരകളാണ്.
അതിൽ ഏഷ്യ വൻകരയിൽ ഇന്തോനേഷ്യ, ഇന്ത്യ, മലേഷ്യ, ശ്രീലങ്ക, ഫിലിപ്പൈൻസ് എന്നീ 5 രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴക്കാടുകളുള്ളത്. സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും കൂടുതൽ മഴക്കാടുള്ള രാജ്യങ്ങൾ ബ്രസീൽ, കൊളംബിയ, പെറു, കോസ്റ്ററിക്ക, വെനിസുല, ഗയാന, പനാമ എന്നീ രാജ്യങ്ങളാണ്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ മഴക്കാടുകൾ കാണുന്നത് സുഡാൻ, കെനിയ, ടാൻസാനിയ, ഐവറി കോസ്റ്റ്, നൈജീരിയ, സയർ, മെഡഗാസ്കർ, ഘാന എന്നീ രാജ്യങ്ങളിലാണ്. ഈ 4 ഭൂഖണ്ഡങ്ങളിലാണ് ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ എന്നീ 4 ഭൂഖണ്ഡങ്ങളിൽ മാത്രമാണ് മഴക്കാടുകളുള്ളത്. ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ ഭൂഖണ്ഡങ്ങളിലെ ഓരോ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ പ്രദേശത്തും മരങ്ങളെയും പ്രകൃതിയെയും നമ്മൾ സംരക്ഷിക്കുവാൻ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.